സമസ്തയിൽ ശുദ്ധീകരണം വേണമെന്ന് CIC ജനറൽ സെക്രട്ടറി ഹക്കീം ഫൈസിയുടെ പരാമർശത്തിൽ പരിഹാസ മറുപടിയുമായി സമസ്ത അധ്യക്ഷൻ ജിഫ്രി തങ്ങൾ. സമസ്തയെ ശുദ്ധീകരിക്കാൻ ഒരു കമ്പനി രംഗത്ത് വന്നിരിക്കുന്നുവെന്നും സമസ്ത ഓഫീസിലെ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് ജോലിക്കാരുണ്ടായെന്നും ജിഫ്രി തങ്ങളുടെ പരിഹാസം. ഹക്കീം ഫൈസിയോട് മറ്റെന്തെങ്കിലും കമ്പനിയുമായി ശുചീകരണ കരാർ ഒപ്പിട്ടോളാനും സമസ്തയെ ശുചീകരിക്കേണ്ട കാര്യമില്ല എന്നും മറുപടി. അപ്പം അത്ര വിശുദ്ധന്മാർ സ്ഥാപിച്ച ഈ സംഘടനനെ അതിന് അവർ തന്നെ ഇപ്പോൾ പല ശുദ്ധീകരിക്കാനുള്ള പല കമ്പനികളും ഇറങ്ങിയിരിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് പല കമ്പനിൻ്റെയും പരസ്യം കണ്ടില്ലേ, ഇപ്പോൾ സമസ്തയിൽ ശുദ്ധീകരണം നടത്തണം എന്നാണ് പറയുന്നത്. അതായത് ഞങ്ങൾ വന്ന് ശുദ്ധീകരണം നടത്തി തരാം, ഞങ്ങളെ കമ്പനിക്ക് അതിൻ്റെ കോണ്ടാക്ട് തന്നാളിയെന്നോ അല്ലെങ്കിൽ ഞങ്ങളായിട്ട് ഒരു എഗ്രിമെൻ്റ് ഉണ്ടാക്കി കളി. അപ്പോൾ പുറത്തൊരു കമ്പനിക്ക് ഇപ്പോൾ കൊടുക്കേണ്ട ആവശ്യമില്ല, ഒരു കരാർ വ്യവസ്ഥയിലായി ചെയ്യാൻ ഇപ്പോൾ ഉദ്ദേശിക്കണമില്ല. ഇപ്പോൾ നമ്മൾ പണിക്കാരെ വെച്ചുകൊണ്ടിട്ട് ശുദ്ധീകരിച്ചു കൊണ്ടിരിക്കുകയാണ് എല്ലാ സ്ഥലങ്ങളും. അപ്പോൾ അങ്ങനെ സമസ്തയുള്ള ജമിയത്തുൽ ഉലമയെ ശുദ്ധീകരിക്കാൻ വേണ്ടി ഇപ്പോൾ ശുദ്ധീകരിക്കേണ്ട ഒരു പണി അവിടെ ഇല്ലാത്തതുകൊണ്ടും ഒരു കോൺട്രാക്ട് ഏതെങ്കിലും ഈ കോൺട്രാക്റ്റിങ് കമ്പനികൾക്ക് കൊടുക്കേണ്ട ഒരു ആവശ്യം ഇല്ലാത്തതുകൊണ്ടും അതിനെപ്പോൾ ശുദ്ധീകരിക്കാൻ വേണ്ടി ആരും അങ്ങനെ പരസ്യം കൊടുത്തതുകൊണ്ട് പറയാണ് ആ പരസ്യം ഞങ്ങളോട് പറയണ്ടെന്ന്. അല്ലെങ്കിൽ വേറെ കമ്പനികളൊക്കെ നോക്കി അവരായിട്ട് എഗ്രിമെൻ്റ് ചെയ്തോളി, ഞങ്ങൾ സമസ്തരായിട്ട് അങ്ങനത്തെ ഒരു ശുദ്ധീകരണ പ്രക്രിയയ്ക്ക് വേണ്ടി എഗ്രിമെൻ്റ് വാങ്ങിക്കൊണ്ട് ആരും വരണ്ട. വിവരങ്ങൾ സലാം മുഹമ്മദ് നൽകും. സലാം, ഒരു പരിഹാസ രൂപേണയുള്ള ഒരു മറുപടിയാണ് ഹക്കീം ഫൈസിക്ക് ജിഫ്രി തങ്ങൾ നൽകിയിരിക്കുന്നത്. എന്താണ് വാർത്തയുടെ സമഗ്രമായ വിവരം? അജയ്, സമസ്ത മുഷാവറ യോഗം കഴിഞ്ഞ മുഷാവറ യോഗത്തിൽ ഒരു തീരുമാനമുണ്ടായിരുന്നു. CIC-യുമായി ബന്ധപ്പെട്ട എല്ലാ ബന്ധങ്ങളും വിച്ഛേദിക്കുന്നു എന്ന തരത്തിലുള്ള. കാരണം സമസ്ത മുഷാവറ മുന്നോട്ട് വെച്ച ഈ ഉപാധികളൊന്നും തന്നെ CIC അംഗീകരിച്ചിട്ടില്ല. ഇതുകൊണ്ട് തന്നെ CIC-യുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ CIC-യുമായി ഉള്ള ഒരു ബന്ധം വിച്ഛേദിക്കുന്നു എന്ന തരത്തിലുള്ള അല്ലെങ്കിൽ സമസ്ത പ്രസിഡന്റ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ തന്നെ ഇത് വിശദീകരിക്കുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ഹക്കീം ഫൈസി ആദർശിയെ മാധ്യമങ്ങളെ കാണുകയും ഈ അവരുടെ ഭാഗം വിശദീകരിക്കുന്നതിനിടെ ഈ സമസ്തയിൽ ശുചീകരണം ആവശ്യമാണെന്ന ഒരു വാദം കൂടി മുന്നോട്ട് വെക്കുന്നത്. ഇതിനുള്ള മറുപടിയാണ് ഇപ്പോൾ ജിഫ്രി തങ്ങൾ നൽകിയിരിക്കുന്നത്. പരിഹാസം നിറഞ്ഞ ഒരു മറുപടിയാണ് നൽകിയിരിക്കുന്നത്. മൈസൂരിൽ SKSF-ന്റെ കർണാടക സ്റ്റേറ്റ് സർഗലയത്തിന്റെ സമാപന വേദിയിലാണ് ജിഫ്രി തങ്ങളുടെ പരിഹാസം ഉണ്ടായിരിക്കുന്നത്. സമസ്തയിൽ ശുചീകരണത്തിന്റെ ആവശ്യമില്ല, സാധാരണ സമസ്തയുടെ ഓഫീസുകളിലൊക്കെ തന്നെ ശുചീകരണത്തിലായി തൊഴിലാളികളുണ്ട്, അല്ലെങ്കിൽ പുറത്തുനിന്നും കരാർ ഏറ്റെടുക്കേണ്ട ആവശ്യമില്ല. എന്നാൽ ഇപ്പോൾ ചില കമ്പനികൾ ശുചീകരണത്തിന് അല്ലെങ്കിൽ ആളെ വിട്ടു നൽകുമെന്ന തരത്തിലുള്ള പരസ്യവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. എന്നാൽ ഈ പരസ്യം ഞങ്ങളോട് വേണ്ട, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഈ രീതിയിൽ ആരെങ്കിലും ശുചീകരണത്തിന് പുറത്തുനിന്നും കരാർ ഏറ്റെടുക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ, അതായത് ശുചീകരണം വേണമെന്ന് ആവശ്യപ്പെട്ടവർ മറ്റേതെങ്കിലും കമ്പനിയുമായി കരാർ ഒപ്പിട്ടുകൊണ്ട് ശുചീകരണത്തിന് അവരുമായി കരാർ ഒപ്പിടാൻ നോക്കുകയാണ് വേണ്ടത്. ഈ രീതിയിലുള്ള ഒരു പരിഹാസം നിറഞ്ഞ ഒരു മറുപടിയാണ് ജിഫ്രി തങ്ങളുടെ അല്ലെങ്കിൽ സംസ്ഥാന അധ്യക്ഷന്റെ ഭാഗത്തുണ്ടായിട്ടുള്ളത്. ഈ മൈസൂരിൽ നടന്ന SKSF-ന്റെ സർഗലയം സമാപന വേദിയിലാണ് ഈ രീതിയിലുള്ള പരിഹാസം നിറഞ്ഞ ഒരു മറുപടി ഉണ്ടായിട്ടുള്ളത്. ശരി, സലാമാണ് വിവരങ്ങൾ നൽകിയത്.